ബസ്സിൽ പോകുമ്പോ ബാക്കിൽ നിൽക്കുന്ന ഒരു പയ്യൻ, ബസ്സിൽ മുന്നിൽ നിൽക്കുകയാണ് നമ്മള്. ബാക്കിൽ നിൽക്കുന്ന ഒരു പയ്യന് നമ്മളെങ്ങനെ കണ്ടിട്ട് നമ്മളെ മേത്തൊന്ന് തൊടണം തോന്നുകയാണ്, നമ്മളെ ശരീരത്തില് ഒന്ന് തൊടണം എന്നിങ്ങനെ തോന്നുകയാണ്. കാരണം എന്താ? പിയർ ഗ്രൂപ്പാണ്, ഓപ്പോസിറ്റ് സെക്സിന് അട്രാക്ഷൻ തോന്നും, അതുകൊണ്ട് തന്നെ നമ്മളെ ടച്ച് ചെയ്യണം തോന്നുക. അങ്ങനെ നീങ്ങി 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 വന്ന് നമ്മൾ അടുത്തുനിന്ന് നമ്മളൊന്ന് തൊട്ടു. ആദ്യത്തെ തൊടൽ നമ്മൾ എന്ത് വിചാരിച്ചു? ഒരു പക്ഷെ ബ്രേക്ക് ചവിട്ടിയപ്പോ അറിയാണ്ട് ടച്ച് ആയതായിരിക്കാം. രണ്ടാമത്തെ തൊടല് നമ്മൾ ബ്രേക്ക് ചവിട്ടിയപ്പോഴും തൊട്ടതാന്ന് വിചാരിക്കും. മൂന്നാമത്തെ തൊടൽ എന്താ നമ്മൾ കാട്ടുക? ഒറ്റ ഒന്നിട്ട് കൊടുക്കും. എന്തേ കൊടുക്കൂലേ? എതിരഭിപ്രായക്കാരുണ്ടോ? ഒന്നും നോക്കണ്ട, നമ്മൾ ഒന്നങ്ങോട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഇനി കൊടുക്കാൻ പേടിയുള്ളവരാണെങ്കിൽ ഒന്നല്ല ഡോക്ടർ, ഞാൻ 2 കൊടുക്കുന്നു. ഇനി കൊടുക്കാൻ പേടിയുള്ളവരാണെങ്കിൽ തിരിഞ്ഞു നിന്ന് 2 വർത്താനെങ്കിലും ഞങ്ങൾ പറയൂലേ? നല്ല ചീത്തയെങ്കിലും നമ്മൾ പറയും. ഇനി ആവർത്തിക്കാത്ത രൂപത്തിൽ നമ്മൾ പ്രതികരിക്കും. അതുകൊണ്ട് ഓൻ എന്താ കാട്ടുകയെന്നറിയോ? ഓനറിയാ ഇതാണ് ഉണ്ടാവാൻ പോകുന്നത്. ഓൻ എന്ത് ചെയ്യും? ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവൻ നമ്മൾ അടുത്തേക്ക് വരൂല, നമ്മളെ തൊടൂല്ല. പക്ഷെ ഓൻ എന്താ ചെയ്യാന്നറിയോ? നമ്മൾ ഇറങ്ങുന്ന സ്റ്റോപ്പിൽ നമ്മളെ കൂടെ അങ്ങോട്ട് ഇറങ്ങും. എന്താ ചെയ്യാ? നമ്മൾ ഇറങ്ങുന്ന സ്റ്റോപ്പിൽ നമ്മളെ കൂടെ വന്നിട്ട് ഇറങ്ങും. എന്നിട്ട് എന്ത് പറയും? നിന്റെ പേരെന്തായിരുന്നു? സ്വാഭാവികമായിട്ട് ഒരാൾ പേര് വെച്ചാൽ പറയണ്ടോ? പിന്നെ നമ്മള് പേരൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ പറയും, ഞാൻ കുറെ കാലമായി നിന്നെ ശ്രദ്ധിക്കണേ, നിന്റെ കണ്ണ് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. എന്താ പറയാ? നിന്റെ കണ്ണ് കാണാന് ഭയങ്കര ഭംഗിയാട്ടോ. അപ്പൊ നമ്മള് മൈൻഡ് ചെയ്യൂല. എത്ര ആൾക്കാർ ഇപ്പൊ അങ്ങനെ വന്ന് പറയണേ, നിന്റെ കണ്ണ് കാണാൻ നല്ല ഭംഗിയാ അല്ലേ? എത്ര ആള് പറയലുണ്ട്. അതന്നെ, ഓനവിടെ പറയട്ടെ, ഓനവിടെ പറയട്ടെ. പക്ഷെ കഴിഞ്ഞിട്ടില്ല, പിറ്റേ ദിവസം പിന്നെയും വരും. പിറ്റേ ദിവസം വന്നിട്ട് പറയും, അന്റെ ചിരി വല്ലാത്തൊരു വൈബാട്ടോ, അന്റെ ചിരി ഒരു രക്ഷയില്ലട്ടോ അല്ലേ? കുറച്ച് വെള്ളം കൊടുത്താണ്, ഒരു രക്ഷയില്ലട്ടോ എന്ന് പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും, കണ്ണും തരക്കേടില്ല, ചിരിയും തരക്കേടില്ല അല്ലെ? അന്ന് നമ്മളൊന്നും മിണ്ടൊന്നുമില്ല. ഓനവിടെ പറയട്ടെ, ഈ ഭംഗി എനിക്കൊരു ശാപമാണോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും അല്ലെ? മനസ്സിലായി? അങ്ങനെ 3-ാമത്തെ ദിവസം വൈകുന്നേരം വന്നിട്ടോ പിന്നെയും പറയും, അന്റെ ഡ്രസ് കോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കലുണ്ട്, അന്റെ ഡ്രസ് കോഡ് ഭയങ്കര ഭംഗിയാണ്. 3-ാമത്തെ ദിവസം വന്നിട്ട് മൂപ്പര് പറയും, നിന്നെ കുറിച്ച് നിന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട്, ക്ലാസ്സിൽ ഏറ്റവും നല്ല, ഭയങ്കര കെയറിങ് ആയിട്ടുള്ള, ഭയങ്കര ഒരു നല്ല മനസ്സുള്ള ഒരു കുട്ടിയാണ് ഈ, നല്ല സ്വഭാവമുള്ള നല്ലൊരു കുട്ടിയാണ്, ഒരു മിടുക്കി കുട്ടിയാണ് ഈ എന്ന് പറയലുണ്ട്. ആണല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടേക്കും. അങ്ങനെ 4-5 ദിവസം കഴിഞ്ഞ് 6-ാമത്തെ ദിവസം ചോദിക്കും വന്നിട്ട്, അല്ല ഈ ബസ് കത്തിക്കല്ലേ, ബസ്സിന് പോണ്ട, ഞാൻ ആക്കിത്തരാ കേറിക്കും. ബസ്സിന് പോണ്ട, ഞാൻ ആക്കിത്തരാ കേറിക്കോ. നമ്മൾ വിചാരിക്കും, എന്താ എന്റെ കണ്ണ് നല്ല ഭംഗിയുണ്ട്, എന്റെ മൂക്ക് നല്ല ഭംഗിയുണ്ട്, എന്റെ ചിരിയാണെങ്കിൽ ഭയങ്കര വൈബാണല്ലോ, പിന്നെ എന്റെ ഡ്രസ് കോഡ് ഭയങ്കര ഭംഗിയാണ്, അതൊക്കെ സൈക്കിളിന്റെ പെരുമാറ്റം അതാണെങ്കിൽ അതിലും വലുതാണ്. അപ്പൊ ഇത്രയും മനോഹരായിട്ട് എന്നെ വർണ്ണിക്കുന്ന ഒരാള് ഒന്ന് ബൈക്കുമ്പോ കയറി ഞാൻ അവിടെ ആക്കി തരാന്ന് പറഞ്ഞേല് എന്താ പോന്റെ കൂടെ ഒന്ന് കേറിച്ചിട്ട് ഇത്ര തെറ്റ്? ഇവിടെ ആണെങ്കിൽ ഉസ്താദും ഉമ്മയും ബാപ്പിയൊന്നും കാണാനുമില്ല അല്ലെ? ഏറ്റവും കൂടുതൽ നമ്മള് ചുറ്റുപാട് അന്വേഷിക്കാതല്ലേ, ഉമ്മ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വാപ്പ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ, ഉസ്താദ് ഉണ്ടോ? പിന്നെ നേരത്തെ പറഞ്ഞ പാർട്ടി ആരാ? അമ്മായി. നമ്മള് നേരത്തെ അമ്മായി, മൂത്തുമ്മ, കുഞ്ഞുമ്മ വിഭാഗങ്ങള്. അവരൊന്നും ഇല്ല എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മെല്ലെ ബൈക്കും അങ്ങോട്ട് കയറും. അവന് കൂളായിട്ട് നമ്മളെ കൊണ്ടുപോകും. ആ കൊണ്ടുപോവല് തട്ടിയാലും മുട്ടിയാലും അടുത്തിരുന്നാലും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇവിടെ ആര് ജയിച്ച്? ഓൻ ജയിച്ചോ? നമ്മള് തോറ്റില്ലേ? 5 ദിവസം മുന്നേ ബസ്സിൽ നിന്ന് നമ്മളെ ടച്ച് ചെയ്യാൻ ഓന് പൂതിയായി, ഓൻ പിന്നാലെ വന്നാൽ അടി കിട്ടുമെന്ന് മനസ്സിലാക്കിയ അവൻ വളരെ ബുദ്ധിപരമായി കരുക്കൾ നീക്കിയപ്പോ നമ്മളുടെ ഇഷ്ടപ്രകാരം അവന്റെ ആഗ്രഹം അവിടെ സാധിക്കുകയാണ്. ഇതാണ് പ്രണയം. ഇതാണ് എന്ത്? പ്രണയം. ഈ അഡോളസൻ പീരീഡിൽ ഉണ്ടാവുന്ന, കൗമാര പ്രായത്തിൽ ഉണ്ടാകുന്ന പ്രണയത്തിന് അത്രേ ആയുസുള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് ഫോർ സെക്ഷുവാലിറ്റി. അത് ബോഡികൾ തമ്മിലുള്ള ഒരു അട്രാക്ഷൻ മാത്രമാണ്, ശരീരത്തിന് വേണ്ടിയുള്ള ഒരു അട്രാക്ഷൻ മാത്രമാണ്. അല്ലാതെ നിങ്ങളെ സ്വഭാവ വൈഭവ്യം കണ്ടിട്ട്, ആ ഒരു മനോഹാരിത കണ്ടിട്ട് ഓളൊരു കെയർ എത്രയാണ്, ഓളൊരു കൺസേൺ എത്രയാണ്. എത്ര പേരുണ്ട് അങ്ങനെ സ്നേഹിക്കണവര്?
എത്ര പേരുണ്ട് അങ്ങനെ സ്നേഹിക്കണവര്? ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ, ഇഷ്ടാണെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഡേറ്റിംഗ് തുടങ്ങല്ലേ? അല്ല, ഡേറ്റിംഗ് ആപ്സ് ഒക്കെ ഉണ്ട്. ഡേറ്റിംഗ് ആപ്പ് നിങ്ങൾക്ക് അറിയില്ല അതൊക്കെ? പിന്നെ പാകിസ്ഥാനത്തെ കുട്ടിയൊക്കെ ഇപ്പൊ അതൊക്കെ അറിയുള്ളൂ, നിങ്ങൾക്ക് ഒന്നും അറിയില്ല? അറിയാത്തൊരു കൂട്ടര്, ഞാനൊന്നും പറയണില്ല. ഡേറ്റിംഗ് ആപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യാം. നമ്മളെ കൂടെ ഡേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ അതിലുണ്ടാവും, നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. കല്യാണം കഴിക്കാനല്ല, മാട്രിമോണിയൽ സൈറ്റ് അല്ല ഞാൻ പറഞ്ഞത്. അവരുടെ കൂടെ കറങ്ങി നടക്കാന്, അവരുടെ കൂടെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ വൈബാക്കി നടക്കുക. നമ്മളെ ടീനേജ് ഭാഷയില് എന്നെ കൂട്ടൂല, എന്നെ നേരത്തെ കൂട്ടിയതല്ലേ? അപ്പൊ നമ്മളെ ഈ അഡോളസന്റ് പീരീഡില് നമുക്ക് വൈബാക്കി കറങ്ങി നടക്കാന് ആളുകളെ സെലക്ട് ചെയ്യുക, നമ്മൾ തെരഞ്ഞെടുക്കുകയാണ്. അതിലിപ്പോ എന്താ തെറ്റില്ലേ? തെറ്റുണ്ടോ അതില്? അങ്ങനെ ചോദിച്ചാൽ ഇപ്പം കുറച്ചാൾക്കാർ പറയും തെറ്റുണ്ട്, കുറച്ചാൾക്കാർ തെറ്റില്ല. ഒരാളെ മനസ്സിലാക്കണ്ട. പിന്നെ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് അയാളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായി ഡേറ്റിംഗ് എന്നാണ് നമ്മൾ അഡോളസന്റ് പീരീഡിലെ കുട്ടികൾ പറയാറുള്ളത്. ആക്ച്വലി പരിശുദ്ധ ഇസ്ലാം മതം വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ കൗമാരപ്രായം എത്തിക്കഴിഞ്ഞാൽ, നിങ്ങൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ ഹോർമോണൽ വേരിയേഷൻസ് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ദൃഷ്ടിയെ സൂക്ഷിക്കുക, നിങ്ങൾ നിങ്ങളെ നോട്ടത്തെ സൂക്ഷിക്കുക. വികാരത്തോട് കൂടിയിട്ട്, വേണ്ടാത്ത ചിന്തയോട് കൂടിയിട്ട് നമ്മൾ ആൺകുട്ടികൾ പെൺകുട്ടികളെയോ നോക്കാൻ പോലും പാടില്ല എന്ന് പറയുമ്പോൾ അത് തെറ്റിലേക്ക് നയിക്കും നമ്മളെ. അത് ഇല്ലീഗൽ സെക്ഷുവാലിറ്റിയിലേക്കാണ് നയിക്കുന്നത്. നമ്മളെ ബോഡിയിൽ ഇനി മതം നിഷ്കർഷിക്കുന്നത് അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ സയൻസിലേക്ക് വരാം. ഡോപ്പാമൈൻ ക്രഷ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ഡോപ്പാമൈൻ ക്രഷ്, ദാറ്റ് ഈസ്, ഞാനിപ്പോ ഇങ്ങനെ മൈക്ക് പിടിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ നാവാവുന്ന മസിൽസ് ചലിക്കണം എന്നുണ്ടെങ്കിൽ, എൻ്റെ കൈകൾ മൂവ് ആവണം എന്നുണ്ടെങ്കിൽ, എൻ്റെ ബോഡിയിൽ, എൻ്റെ ബ്രെയിനിൽ, എൻ്റെ തലച്ചോറിൽ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്ന ഭാഗത്ത് ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാവണം. ഈ ഹോർമോൺസ് ആക്ച്വലി ഹാപ്പി ഹോർമോൺസ് ആണ്, സന്തോഷം ഉണ്ടാക്കുന്ന ഹോർമോൺ. ഇവിടെ ഉണ്ടോ? സന്തോഷം ഉണ്ടാക്കുന്ന ഹോർമോൺസ് ആണ്. ഈ ഹോർമോൺസ് എപ്പോഴാണോ എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നത്, എപ്പോഴാണോ എന്നെ ഒരാൾ അഭിനന്ദിക്കുന്നത്, എപ്പോഴാണോ ഞാൻ ഒരു നല്ല കാര്യം ചെയ്യുന്നത്, അഭിനന്ദനാർഹമായ ഒരു നല്ല കാര്യം ഞാൻ ചെയ്യുന്ന സമയത്ത് ഈ ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഹോർമോൺ എൻ്റെ ശരീരത്തിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി ഇവിടെ അവാർഡ്സ് ഒക്കെ ബാക്കി ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? അവാർഡ്സിനൊന്നും വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ അവാർഡിലെ വിന്നേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്ത് വിളിച്ച് ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും പാരന്റ്സിന്റെയും ഈ പിയർ ഗ്രൂപ്പിന്റെ ഒക്കെ ഇടയിൽ വെച്ച് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുമ്പോ സങ്കടം ഉണ്ടാവുക? സന്തോഷമല്ലേ ഉണ്ടാവുക, വല്ലാത്തൊരു ആനന്ദമാണ് ഉണ്ടാവുക. മാത്രല്ല ഈ ആനന്ദ സന്തോഷം ഉണ്ടാവാൻ കാരണം നമ്മളെ തലച്ചോറില് ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ മറ്റൊരു ഇഫക്റ്റ് ആണ് ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കിയ കാര്യം നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും. എന്തിനാണോ നമുക്ക് അംഗീകാരം കിട്ടിയത്, എന്തിനാണോ നമുക്ക് അവാർഡ് കിട്ടിയത്, അല്ലെങ്കിൽ എന്തിനാണോ നമ്മെ അഭിനന്ദിച്ചത്, ആ കാര്യം നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും. അതൊരു പക്ഷെ നല്ല മാർക്സ് വാങ്ങിയതാവാം, അല്ലെങ്കിൽ മത്സരങ്ങൾക്ക് ഫസ്റ്റ് വാങ്ങിയതാവാം, നല്ല ഒരു കോർഡിനേറ്റർ ആയതിനാവാം. ഇനി നിങ്ങൾ നല്ല കോർഡിനേറ്റേഴ്സിനെ, നല്ല ലീഡേഴ്സിനെ ഒക്കെ സെലക്ട് ചെയ്യൂ. ഇവിടെ നല്ല ലീഡർ ആയതിനാവാം, നല്ല സ്വഭാവമുള്ളതിനാവാം, നല്ല പെരുമാറ്റത്തിനാവാം. ഇങ്ങനെ ഏത് നല്ല ക്വാളിറ്റീസിനും നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഡോപ്പാമൈൻ. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ പഠിക്കണ്ട, അസൈൻമെന്റ് ചെയ്യണ്ട, പ്രൊജക്ട് ചെയ്യണ്ട, അതിലൊന്നും വിന്നർ ആവണ്ട, ഒന്നിലും മുന്നിൽ വരണ്ട, മത്സരങ്ങൾക്കൊന്നും പങ്കെടുക്കണ്ട, ആരുടെയും അംഗീകാരം വേണ്ട, അഭിനന്ദനങ്ങൾ വേണ്ട, പ്രോത്സാഹനങ്ങൾ വേണ്ട, നമ്മളെ ബോഡിയിൽ ഡോപ്പാമൈൻ ഉണ്ടാവും. നമുക്ക് ഡോപ്പാമൈൻ ക്രഷ് എന്ന് പറയുന്ന ബോഡിയുടെ എസെൻഷ്യൽ നീഡ് ഫുൾഫിൽ ചെയ്യും. എപ്പോ? നാർക്കോട്ടിക്സ്, ഗാംബ്ലിംഗ്, സെക്ഷുവാലിറ്റി. ഈ മൂന്ന് കാര്യങ്ങളും, നാർക്കോട്ടിക്സ്, ഗാംബ്ലിംഗ് ആൻഡ് സെക്ഷുവാലിറ്റി. നാർക്കോട്ടിക്സ് എന്താണ്? ലഹരികള്, അഡിക്ഷൻസ് അല്ലെ? എനി സോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് വിച്ച് കോസസ് അഡിക്ഷൻ. അതൊരു പക്ഷെ മദ്യമാവാം, മദ്യലഹരിയാവാം, നിക്കോട്ടിൻസ് ആവാം, സിഗരറ്റ്സ് ആവാം അല്ലെ, മയക്കുമരുന്നാവാം, MDMA ആവാം, കഞ്ചാവാവാം. ഈ സോർട്ട് ഓഫ് ഈ കാറ്റഗറിയിൽ വരുന്ന ഏത് കെമിക്കലും ആവാം.
ഇത് ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുക? അതങ്ങ് ബോഡിയിൽ എത്തുന്നതോ ഡോപ്പാമൈൻ ഉണ്ടാവാൻ തുടങ്ങും. ഈ ഡോപ്പാമൈൻ ഉണ്ടാവുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവാണ്, നമ്മൾ എന്തായി? സംതൃപ്തരായി. എൻ്റെ ബോഡി, എൻ്റെ ശരീരം, എൻ്റെ ശരീരത്തിലുള്ള ഓർഗൻസ് ഒക്കെ വളരെ എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അതിന്റെ ഭാഗമായിട്ട് ഐ എം ഹാപ്പി, എനിക്ക് സന്തോഷാണ്. അവിടെ ഇത് ഉപയോഗിച്ച് നിൽക്കുന്ന സമയത്ത് എനിക്കൊന്നും വേണ്ട, എനിക്ക് മറ്റൊരു ഹാപ്പിനെസ് എനിക്ക് വേണ്ട. അതാണ് നാർക്കോട്ടിക്സ്. രണ്ടാമത്തേത് എന്താണ്? ഗാംബ്ലിംഗ്. ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചൂതാട്ടം. ചൂതാട്ടത്തിന്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു സാധനമാണ് എന്ത്? എന്ത് കയ്യിലില്ലേ? ഫോൺ ഉണ്ടാ? എന്തുണ്ണിയാളെ? ഏത് ചൂതാട്ടത്തിൽ പെടുന്ന സാധനം എന്താ? ഇതേ ഈ സാധനം കണ്ടിട്ട് നിങ്ങള്? അത് കുഞ്ഞു പാകിസ്ഥാനികളെ കണ്ടിട്ടുള്ളൂ. എത്ര ഉണ്ട് നിങ്ങൾക്കൊക്കെ? 3 ഉള്ളൂ ഡോക്ടറെ, നിങ്ങൾ വല്ലാതെ പറയുന്നു വേണ്ട. 3 ഉള്ളൂ അല്ലേ? പൊരയിൽ എത്ര ഉണ്ട്? പൊരയിൽ ഉപ്പാന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ 1, പാന്റിന്റെ പോക്കറ്റിൽ 2, പിന്നെ ഉമ്മാക്ക് നോക്കിയന്റെ ഒരു കുഞ്ഞു സെറ്റ്, പിന്നെ ഐഫോൺ 1, ആൻഡ്രോയിഡ് 1, പിന്നെ 5-4 ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ അല്ലേ? എല്ലാ വീട്ടിലും വളരെ സഫിഷ്യന്റ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു സാധനമാണ് എന്ത്? മൊബൈൽ ഫോൺ. അപ്പൊ ഈ മൊബൈൽ ഫോൺ എന്താ? ഗാംബ്ലിംഗിൽ പെടുവോ? ചൂതാട്ടത്തിൽ പെടുവോ മൊബൈൽ ഫോണ്? വാട്ട് യു തിങ്ക്? നിങ്ങളുടെ അഭിപ്രായം എന്താ? നോ എന്നാണ് നിങ്ങൾ തെളിയിച്ചേരിന്ന് പറയണ്ട നിങ്ങൾ എന്നോട്. ഞാൻ പറയണതൊക്കെ നിങ്ങൾ അതുപോലെ അങ്ങ് വിഴുങ്ങാണ്, കൗണ്ടറാക്ട് ചെയ്യുന്നില്ല നിങ്ങള്. ഗാംബ്ലിംഗിൽ പെടുവോ? ഹൗ? പെടുവോന്ന് ചോദിച്ചാല് പെടും. ഇനി എങ്ങനെ നമുക്ക് നോക്കാം? നമ്മൾ ഈ മൊബൈൽ ഫോൺ എന്തിനൊക്കെ ഉപയോഗിക്കണേ? പഠിക്കാന്, ഓൺലൈൻ ക്ലാസ് കാണാന്, ഫോട്ടോ എടുക്കാന്, സെൽഫി എടുക്കാന്, ചാറ്റ് ചെയ്യാന്, സോഷ്യൽ മീഡിയാസ്, പിന്നെ റീൽസ് കാണാന്, കോൾ ചെയ്യാൻ. അവസാനം ഫോണിന്റെ ആവശ്യം ശരിക്കും എന്തിനാ? നോക്കൂ നിങ്ങള്, ഫോണിന്റെ ആവശ്യം ആക്ച്വലി എന്താ? ഇറ്റ് ജസ്റ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഏറ്റവും ലാസ്റ്റ് ആണ് നിങ്ങളത് എണ്ണിയത് കോൾ ചെയ്യാന്. അതിന്റെ മുന്നേ ബാക്കിയൊക്കെ പറഞ്ഞു, ഏറ്റവും അവസാനം കോൾ ചെയ്യാനല്ലേ ഡോക്ടറെ? ഓഫ് കോഴ്സ് അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇറ്റ്സ് ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ വളരെ ജെന്യൂൻ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ ഒരു റീല് കണ്ടിട്ട് മറ്റേ ഒറ്റ റീല് ഞാൻ കാണുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാങ്ങും. എന്നിട്ട് എത്ര റീൽസ് കണ്ടിട്ടാണ് ഉമ്മച്ചിക്ക് തിരിച്ചു കൊടുക്കുക? ഒരു റീല് കണ്ട് നമുക്ക് നിർത്താൻ പറ്റുമോ? ഡോക്ടർ ഇതൊക്കെ എണ്ണാൻ നിന്നാ തീരുവോ? അപ്പൊ ഒരു റീല് കണ്ടിട്ട് തരാന്ന് പറഞ്ഞിട്ട് വാപ്പാനാണ് അധികം ആ സോപ്പിങ്ങിൽ കിട്ടല് അല്ലെ? ഉമ്മാന്റെ അടുത്തേക്ക് പോയിട്ട് ഒരു കാര്യമില്ല, ഉമ്മ തരൂല. വാപ്പായുടെ ഉപ്പച്ചിയേ എന്ന് പറഞ്ഞൊരു വിളി അങ്ങോട്ട് വിളിച്ചാല് ഇന്നാന്ന് പറഞ്ഞ ഉപ്പച്ചി അങ്ങോട്ട് തരൂലേ അല്ലേ? പെൺകുട്ടിയൊക്കെ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ആരോടാ ഉണ്ടാവുക? ഉപ്പച്ചിനോട് അല്ലേ? എപ്പോഴും ഉപ്പച്ചിനെ കണ്ടാല് കെട്ടിപ്പിടിച്ച് കവളത്തൊരു ഉമ്മ കൊടുക്കൂലേ? ഇല്ല, ഉമ്മ കൊടുക്കലില്ലേ? ഉമ്മാർക്ക് ഉമ്മ കൊടുക്കണ എത്ര കുട്ടികളുണ്ട്? 1, 2, 3. ബാക്കിയുള്ളവരൊന്നും ഉമ്മാക്ക് ഉമ്മ കൊടുക്കലില്ല. നിങ്ങള് ഉമ്മ കൊടുക്കാൻ ചെന്നാലും ഉമ്മ ചാട്ടി വിടുവോ? ഏതുമ്മയാണ് ആട്ടി വിടുന്ന? ഉമ്മാക്കിന്റെ നമ്പർ ഒന്ന് കൊടുക്കണേ, 8086885881. ആ ഉമ്മാനെ എനിക്കൊന്ന് കാണണം. ഉമ്മ കൊടുക്കാൻ ചെന്നപ്പോ പോയി കണ്ണിയുടെ തുപ്പല് മണക്കണെന്ന് പറയണ ഉമ്മാനെ എനിക്കൊന്ന് കാണണം. ആ ഉമ്മാനെ ഞാൻ കണ്ടിരിക്കും തീർച്ചയായും. ഉമ്മാനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണില്ല എന്ന് പറഞ്ഞാല് ആയിക്കോട്ടെ. ഇനി വാപ്പാക്ക് ഉമ്മ കൊടുക്കണ എത്ര ആളുണ്ട്? ഇപ്പച്ചിക്ക് ഉമ്മ കൊടുക്കണ എത്ര ആളുണ്ട്? ഇപ്പച്ചിക്ക് ഉമ്മ കൊടുക്കണില്ല. ഉമ്മാന് വേണ്ട, ഉപ്പാന് വേണ്ട അല്ലേ? നിങ്ങൾ ഉമ്മ കൊടുക്കണട്ടാ. നിങ്ങൾ ആർക്കും ഉമ്മ കൊടുക്കാനാ കാത്തിക്കണേ?